ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ആ പോലീസുകാർ ആ ഓഡിറ്റോറിയത്തിൽ വന്ന് അവിടെ നല്ലോണം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു മൊബൈൽ ഫോൺ അത് ആ ഒരു കോൺസ്റ്റബിൾ കൈകൊണ്ട് എടുത്തുകൊണ്ട് വരികയാണ്. അപ്പോൾ അതേ സാറ് ഒരു ഫോൺ കിട്ടിയിട്ടുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ താനത് കൈകൊണ്ട് എടുത്തോ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ഒരു തൂവാല എടുത്തിട്ട് അതിൽ വെക്കാൻ പറയുകയും അതിൽ പൊതിഞ്ഞ് ഇതാരുടെ ഫോണാണോ എന്ന് ചോദിക്കുന്നുണ്ട് മാനേജരോട്. അപ്പം അറിയില്ല സാറേ എന്ന് പറയുന്നുണ്ട്. അത് ശരി, അപ്പോൾ ഇവിടെ കല്യാണം കഴിഞ്ഞു പോയതിന് ശേഷം ഞങ്ങൾ വന്നതിന് ശേഷമെങ്കിലും താൻ ഇവിടേക്കൊന്ന് നോക്കേണ്ടേ ആയിരുന്നതുകൊണ്ട് നോക്കിയില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം ഇല്ല സാറേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എന്തായാലും ഒരു ഫോണെങ്കിൽ ഫോൺ, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും തെളിവ് കിട്ടാതിരിക്കില്ല, ആരെങ്കിലേക്ക് കോണ്ടാക്ട് ചെയ്ത് വലിയ വമ്പന്മാരെ തന്നെ ചിലപ്പോൾ കിട്ടിയെന്നിരിക്കും എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. ആ പോലീസ് എന്നിട്ട് ആ ഫോണും എടുത്തിട്ട് പോവുകയാണ്. ആ മാനേജറെ ഒന്ന് വിറപ്പിച്ച് നിർത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ കല്യാണിയെയും കിരണിനെയുമാണ്. അപ്പോൾ അവരങ്ങനെ RS കൺസ്ട്രക്ഷനിൽ നിന്ന് രണ്ടുപേരും പുറത്തേക്ക് പോവുകയാണ്. ഒന്നിച്ച് എവിടേക്കും യാത്ര ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അവർ രണ്ടുപേരും ഒന്നിച്ചിറങ്ങി പോകുന്നത് സരയു കാണുകയാണ്. അപ്പോൾ സരയു അത് ഒരു കുശുമ്പായിട്ട് അങ്ങനെ മനസ്സിലേക്ക് വരികയാണ്. അപ്പോൾ സരയു അവരങ്ങനെ പോകുമ്പോൾ കാണുമ്പോൾ സരയു മനസ്സിൽ വിചാരിക്കുകയാണ്, എനിക്കെന്തോ ഇതിനു മുമ്പ് കല്യാണിയും കിരണും ഒന്നിച്ച് യാത്ര ചെയ്യുന്ന കാണുമ്പോൾ എനിക്കൊന്നും തോന്നിയിട്ടില്ല, പക്ഷെ ഇപ്പോൾ അവർ യാത്ര ചെയ്യുന്ന കാണുമ്പോൾ എൻ്റെ മനസ്സിന് എന്തോ ഒരു വിഷമം പോലെ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ അങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ അതിന് ശേഷമാണെങ്കിൽ അവരതിൽ കാറിൽ കയറി പോകുന്ന സമയത്ത് കല്യാണി പറയുന്നുണ്ട്, സരയുവിന് എന്നോടുള്ള ദേഷ്യം മാറിയിട്ടില്ല കിരണേട്ട എന്ന് പറയുന്നത്. അപ്പോൾ കിരൺ പറയാണ്, അത് സാരില്ല, അത് മാറിക്കോളും, നീ അത് ഒന്നും കൂടി ശ്രമിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അവർ അങ്ങനെ പോവുകയാണ്. പിന്നീട് നമ്മുടെ ഈ പോലീസിനെ തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ ആ ഫോണും പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന SIയെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് ഒരു SI അല്ല CI, അപ്പോൾ അവിടേക്ക് SI ഒരുത്തനെയും കൊണ്ടുവരികയാണ്. അപ്പോൾ മൂക്കിൻ്റെ പാലം മൂക്കൊക്കെ ഇങ്ങനെ സ്റ്റിച്ചിട്ട പോലെയൊക്കെ ഒരാൾ അവിടേക്ക് വരികയാണ്. അപ്പോൾ എന്താണോ തൻ്റെ പേര് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഷെരീഫ് എന്ന് പറയുന്നുണ്ട്. തനിക്ക് എന്താ ജോലി എന്ന് ചോദിക്കുമ്പോൾ പച്ചക്കറി കടയിലാണ്, ഈ ഫോൺ ഇയാളുടേതാണെന്ന് തോന്നുന്നുണ്ട് സാറേ എന്ന് SI പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പം തൻ്റെ ഫോൺ നഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതേ സാറ് കാണാനില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തനിക്ക് എന്താ പറ്റിയത്, അപ്പോൾ താൻ ഇരിക്കടോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേണ്ട സാറ് ഞാൻ അവിടെ നിന്നോളാം. എടോ, തെറ്റ് ചെയ്യാത്തവർക്ക് പോലീസിൻ്റെ മുന്നിലിരിക്കാം, തെറ്റ് ചെയ്യുന്നവരാണ് ഇരിക്കാൻ പാടില്ലാത്തത്. താൻ വിൽക്കുന്നത് നല്ല ഫ്രഷ് പച്ചക്കറിനല്ലടോ എന്ന് ചോദിക്കണം. അപ്പോൾ അതേ സാർ, അപ്പോൾ എങ്ങനെയാണ് കടയാണോ എന്ന് ചോദിക്കുമ്പോൾ ഹോൾസെയിലായിട്ട് റീറ്റെയിലായിട്ടുണ്ട് സാർ എന്ന് പറയാണ്. അപ്പം നല്ല വരുമാനമാണല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഇല്ല സാറ്, ജീവിച്ച് പോകാനുള്ള കിട്ടുന്നുണ്ട് എന്ന് പറയാണ്. എന്തായാലും താൻ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അയാൾ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താ സംഭവിച്ചത്, എങ്ങനെ തനിക്ക് ഈ ഫോൺ നഷ്ടപ്പെട്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അയാൾ ആ ഒരു കഥ പറഞ്ഞു തുടങ്ങുകയാണ്. അതായത് അയാളിങ്ങനെ ഫോൺ ചെയ്തിട്ട് ഫോൺ പോക്കറ്റിലിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയം ഹെൽമെറ്റ് എടുത്ത് തലയിൽ വെക്കാൻ പോവാണ് കേട്ടോ. ബൈക്കിൽ ഇരുന്നിട്ടാണ് അയാൾ ചെയ്യുന്നത്. ആ സമയത്താണ് ഗംഗപ്രസാദ് അവിടേക്ക് വരുന്നത്. ചേട്ടാ, എനിക്കൊരു ലിഫ്റ്റ് തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് വന്നിട്ട് ഗംഗപ്രസാദ്. അപ്പം മാസ്ക് ഒക്കെ വെച്ചിട്ടൊക്കെയാണ്, ഇതുകൊണ്ട് തന്നെ ഗംഗപ്രസാദാണെന്ന് പെട്ടെന്ന് അയാൾക്കും തിരിച്ചറിയാനും കഴിഞ്ഞില്ല. അപ്പം അയാൾ പറയുന്നുണ്ട്, ഇതേ അങ്ങനെ ആളെ കയറ്റിക്കൊണ്ട് പോകാനുള്ള വണ്ടിയൊന്നുമല്ല, ഇത് 2 വീലറാണ് എന്നിങ്ങനെ പറഞ്ഞ് അയാൾ ഗംഗയെ അങ്ങനെ ഒഴിവാക്കാൻ നോക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഗംഗ, ഇത് പാമ്പ് സാറ് എന്നിങ്ങനെ ആ വണ്ടിയുടെ അടിയിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു. അയ്യോ പാമ്പോ എവിടെയെന്നും ചോദിച്ചിട്ട് അയാൾ ആ 2 വീലറിൽ നിന്നും ചാടി ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് അയാളിങ്ങനെ നോക്കണ നേരത്ത് ഇവൻ ഗംഗയാണെങ്കിൽ അയാളുടെ മൂക്കിൻ്റെ പാലം ഇടിച്ച് തകർക്കുകയും അതുപോലെ തന്നെ അയാൾ അപ്പം തന്നെ അവിടെ പിടഞ്ഞു വീഴുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അയാളുടെ പോക്കറ്റിലുണ്ടായിരുന്ന ഈ ഫോൺ എടുക്കുകയും അതുപോലെ തന്നെ വണ്ടി എടുത്തിട്ട് ഗംഗ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യം പോലീസിനോട് ഈ വന്ന ഷെരീഫ് എന്ന് പറയുന്ന ആൾ പറയുകയാണ്. അപ്പോൾ പോലീസ് പറയുന്നുണ്ട്, അയാളുടെ ഫോൺ കാണിച്ചു കൊടുത്തിട്ട് ചോദിക്കുകയാണ്, ഇതാണോ തൻ്റെ ഫോൺ എന്ന് ചോദിച്ചിട്ട് ഷെരീഫ് ആ ഫോൺ അങ്ങനെ എടുത്തു നോക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അതെ സാർ, ഇത് തന്നെയാണ് എൻ്റെ ഫോൺ എന്ന് പറയുകയാണ്. അപ്പോൾ ഫോൺ എന്തായാലും ആ ഓഡിറ്റോറിയത്തിൽ വെച്ച് മറന്ന് അവിടെ കിട്ടിയതാണ്. എന്തായാലും ഇതിലുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം തനിക്ക് എന്തായാലും ഫോൺ തിരിച്ചു തരാട്ടോ എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾക്ക് ആരുടെയും ഫോണൊന്നും വേണ്ടടോ എന്ന് പറയുകയാണ്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ അങ്ങോട്ട് ഇറങ്ങാം പച്ചക്കറി കടയിലോട്ട്. അപ്പം അതിനെന്താ സാറ് വന്നോളൂ എന്നിങ്ങനെ ഷെരീഫ് പറയുകയാണ്. അപ്പോൾ വരുമ്പോഴേ നല്ല പച്ചക്കറി തരണം എന്ന് പറയുമ്പോൾ അതിനെന്താ സാറ് വില കുറച്ച് തന്നെ തരാമെന്ന് പറയാണ്. വില കുറച്ചൊന്നും വേണ്ട, അത് കൈക്കൂലിയായി മാറും, അതുകൊണ്ട് ശരിയായ വിലയിൽ നല്ല പച്ചക്കറി തരണമെന്ന് പറയുമ്പോൾ ശരി സാറേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഷെരീഫ് അവിടെ നിന്നും പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന SIയോട് CI പറയുന്നുണ്ട്, അവനെ പറ്റിയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവൻ എന്താടോ, അവനൊരു വല്ലാത്തൊരു സാധനം തന്നെ
തന്നെയാണല്ലോ എന്നിങ്ങനെ പറയുമ്പോഴും ആ SI പറയുന്നുണ്ട്, അത് സാറേ അവനെക്കുറിച്ച് കേൾക്കുമ്പോൾ എനിക്കും കോരിത്തരിക്കുമായിരുന്നു ഓരോ കഥകൾ കേൾക്കുമ്പോൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ CI നിർത്തടോ എന്ന് പറയുകയാണ്. ഇതൊക്കെ തന്നെയാണോ പെൺകുട്ടികളായാലും ഇതുപോലെ ഗുണ്ടകളെ തേടി പോകുന്നത്? ഇതൊക്കെ തന്നെയാണ്. അവരെ പിന്നെ ഇപ്പം തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പോലീസുകാർ തന്നെ ഇങ്ങനെയൊക്കെയല്ലേ പറയുന്നത്. അവൻ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, എന്തായാലും അവൻ ഇനി ഒരിക്കലും ആരെയും ഉപദ്രവിക്കാൻ നോക്കരുത്, പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കിരൺ താരയുടെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ കിരൺ വേഗം വന്നിട്ട് താരയുടെ അരികിലേക്ക് വന്നിട്ട് നിൽക്കണം. അപ്പോൾ എന്താ പെട്ടെന്ന് വരണമെന്ന്, സരി പെട്ടെന്ന് തന്നെ കാണണമെന്ന് പറഞ്ഞല്ലോ, എന്താ ആൻറ്റി കാര്യമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സരി മുകളിലുണ്ട് എന്നിങ്ങനെ ചൂണ്ടിക്കാണിക്കുകയാണ് നമ്മുടെ താര. അപ്പോൾ എന്താ താര ആൻറ്റിക്ക് എന്താ ഒരു വിഷമം പോലെ, എന്തെങ്കിലും വിഷമമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് താര ചിന്തിക്കുന്നുണ്ട്, അതായത് കല്യാണിയുടെ സ്ഥാനം തനിക്ക് കിട്ടണമെന്നും ഈ കാര്യം പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എന്നുള്ള സ്ഥാനം നിങ്ങൾക്ക് നഷ്ടപ്പെടുമെന്നൊക്കെ സരി പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ താര ഓർക്കുകയാണ്. അപ്പോൾ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ആൻറ്റി എന്താ ഇപ്പോൾ എൻ്റെ വീട്ടിലോട്ടും അതുപോലെ തന്നെ തറവാട്ടിലോട്ടും അവിടെ അമ്മയുടെ വീട്ടിലോട്ടൊന്നും വരാത്തത് എന്താ? ഇവിടെ തന്നെ മോളെ കിട്ടിയപ്പോൾ ഇപ്പോൾ ആരെയും വേണ്ടാതായോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. കിരൺ അങ്ങനെ ആ സമയത്ത് ഒന്നുമില്ല, എന്തായാലും ഞാൻ അവളെ ഒന്ന് കണ്ടിട്ട് വരാം ആൻറ്റി എന്നും പറഞ്ഞിട്ട് നമ്മുടെ കിരൺ സരീൻ്റെ അരികിലേക്ക് പോവുകയാണ്. സരയുവാണെങ്കിൽ കിരണിനെ തന്നെ ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ആലോചിക്കുന്നത് വേറൊന്നല്ല, കുഞ്ഞിനെ അവൻ കിരൺ എടുക്കുന്നതും അതുപോലെ മുത്തം വയ്ക്കുന്നതും ആ കുഞ്ഞിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതുമായിട്ടുള്ള ആ ഒരു സന്തോഷ നിമിഷങ്ങൾ അവളുടെ മനസ്സിലൂടെ അങ്ങനെ കടന്നു പോവുകയാണ്. ആ സമയത്താണ് കിരൺ വന്ന് അവൾ ആ ജനലിൻ്റെ ഇടയിലൂടെ അങ്ങോട്ട് പുറത്തോട്ട് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ കിരണിൻ്റെ കൈകൾ അവളുടെ തോളിൽ അങ്ങനെ പതിക്കുന്നു. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവനെ കാണുന്നുണ്ട്. അവളുടെ മുഖത്ത് പുഞ്ചിരി അങ്ങനെ വിടരുകയാണ്. അപ്പോൾ എന്താ സരിയു നീ എന്നെ കാണണമെന്ന് പറഞ്ഞത്? എന്തോ നീയും ആലോചിച്ച് നിൽക്കുകയാണല്ലോ. താഴത്ത് താരയാൻ്റെയും എന്തോ ആലോചനയിലാണ്, ഇപ്പൊ നീയും ആലോചനയിലാണ്. ആൻറ്റി ആലോചിച്ചാൽ ഞങ്ങൾക്ക് അങ്ങനെ ടെൻഷനൊന്നും ഉണ്ടാവില്ല, പക്ഷെ നീ എന്തായി ആലോചിച്ച് കൂട്ടുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എടാ ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ കുഞ്ഞിന് ഒരു അച്ഛൻ സ്ഥിരമായിട്ട് വേണം. അപ്പോൾ അതിനെന്താ നിൻ്റെ കുഞ്ഞ് എന്നെ അച്ഛ എന്ന് വിളിച്ചോട്ടെ എന്ന് പറയുന്നുണ്ട്. ഉറപ്പാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെ, സ്കൂൾ സർട്ടിഫിക്കറ്റിലും ഒക്കെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ, സ്കൂളിൽ ചേർത്തുമ്പോൾ ഒക്കെ അച്ഛൻ്റെ സ്ഥാനത്ത് എൻ്റെ പേര് ഇരുന്നോട്ടെ, കല്ലുമോനെ പോലെ തന്നെ ഞാൻ മോളെയും ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അതേടി നിനക്ക് എന്താ ഒരു വിശ്വാസമില്ലാത്ത? എന്തായാലും നിന്റെ അച്ഛനെ കുറെ കാലം ഞാനും അതുപോലെ തന്നെ സോണിയൊക്കെ അച്ഛ എന്നല്ലേ വിളിച്ചിരുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ സരിയുടെ സന്തോഷമാണ്. അപ്പോൾ പറയുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ, എന്തായാലും നിനക്ക് 17 വയസ്സല്ലേ ആയിട്ടുള്ളൂ, നിനക്ക് ഒരു കല്യാണം കഴിച്ചൂടെ എന്നിങ്ങനെ സരയുവിനോട് കിരൺ ചോദിക്കുകയാണ്. അപ്പോൾ സരയു പറയുന്നുണ്ട് അതെ, എൻ്റെ മനസ്സിലും ഒരാളുണ്ടടാ എന്ന് പറയുകയാണ്. ഞാൻ ജനിച്ചപ്പോൾ വളർന്നപ്പോൾ മുതൽ ഒരാളെയാണ് മനസ്സിലിട്ടുകൊണ്ട് നടന്നത്. അതിൻ്റെ ഇടയിലല്ലേ ആ മനോഹർ എന്ന് പറയുന്ന ദുഷ്ടൻ എൻ്റെ മനസ്സിലോട്ട് കയറിയതും അങ്ങനെയല്ല എൻ്റെ ജീവിതം തകർന്നത്. പക്ഷേ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരാളുണ്ട് എന്ന് പറയുമ്പോൾ ആഹാ, എന്നാൽ സത്യം പറയണേ, ഞാൻ അത് എന്തായാലും ആ ആൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും നീയുമായിട്ടുള്ള കല്യാണം നടത്തി തരാമെന്ന് വലിയ സന്തോഷത്തോടു കൂടി തന്നെയാണ് കിരൺ അവിടെ പറയുന്നത്. അപ്പോൾ സത്യമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെ, അപ്പോൾ നിനക്ക് സമ്മതമാണെങ്കിൽ എന്തായാലും അയാൾക്ക് എന്തായാലും എതിർപ്പുണ്ടാകില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നീ കാര്യം പറ, ആരാണെന്ന് പറ എന്നിങ്ങനെ കിരൺ നിർബന്ധിക്കുന്ന സമയത്ത് സരയു പറയുന്നുണ്ട് എടാ എൻ്റെ മനസ്സിൽ ആകെ ഒരു മനുഷ്യനേ ഉള്ളൂ, ഒരു പുരുഷനേ ഉള്ളൂ, അത് നീയാണ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ കിരൺ ഞെട്ടിപ്പോകുന്ന ഒരു ഭാഗത്തോടു കൂടിയാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്